ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ സുപ്രീം കോടതിയുടെ ഫലപ്രദമായ ഇടപെടൽ അടിസ്ഥാനപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ മനുഷ്യന് മനസ്സിലാവില്ല. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ടാണ് കേട്ടോ. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബോണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഇലക്ഷന്റെ ഫണ്ടാണ്, ഇലക്ഷൻ ഫണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ട് വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടി വളരെ ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമായി ഈ നരേന്ദ്രമോദി കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ പരിപാടിയാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് കൃത്യമായിട്ട് പണം വാങ്ങാൻ, അവരുടെ ഔദ്യോഗിക ഭാഗമാക്കി മാറ്റാൻ അവർ ചെയ്തു വെച്ച പണിയാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട്, ഈ ഫണ്ട് പിരിക്കാനുള്ള പുതിയ രീതി. 5-6 കൊല്ലായി. എന്തായിപ്പോ അതിന്റെ അവസ്ഥ? ഇവിടെ ചില മാധ്യമങ്ങൾ പറഞ്ഞു മാർക്സിസ്റ്റുകാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇവർക്കെല്ലാം കിട്ടി, ഞങ്ങൾക്ക് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള വാർത്താ ശൃംഖലയുടെ നേതാക്കന്മാർ ഇവിടെ പ്രചരിപ്പിച്ചത്. അപ്പോഴേ ഞങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ വസ്തുത പറഞ്ഞു. അത് കൃത്യമായിട്ട് കൊടുക്കാൻ ഈ മാധ്യമങ്ങളൊന്നും കേരളത്തിൽ തയ്യാറില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയില്ലേ എന്നാണ് ചോദ്യം. കിട്ടിയില്ല എന്നാണ് ഉത്തരം. CPIM ഇടതുപക്ഷ പാർട്ടികൾ അന്നേ പ്രഖ്യാപിച്ചു, ഈ ബോണ്ട്, ഈ ഇലക്ഷൻ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട. വൻകിട മുതലാളിമാരിൽ നിന്ന്, കുത്തകകളിൽ നിന്ന് ആരിൽ നിന്ന് വാങ്ങി ആർക്കാണ് കൊടുത്തത് അതാണ് കാര്യം. ആരോടാണ് വാങ്ങിയത്, ആർക്കാണ് കിട്ടിയത് എന്ന കാര്യം വെളിപ്പെടുത്തണ്ട. അതാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷമായ കാര്യം. നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഭേദഗതി വരുത്തിയത്. നിങ്ങൾക്ക് ആരോടും വാങ്ങാം, ആർക്കും കൊടുക്കാം, ആരോട് വാങ്ങിയെന്നും പറയണ്ട, ആർക്കാണ് കിട്ടിയതെന്നും പറയണ്ട, ആരാണ് തന്നതെന്നും പറയണ്ട. അന്ന് ഞങ്ങൾ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പറഞ്ഞു, ഞങ്ങൾ ഈ ബോണ്ടിലില്ല, ഞങ്ങൾക്ക് ഈ ഫണ്ട് വേണ്ട. എല്ലാവരോടും പറഞ്ഞു പോയിട്ട് SBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ പോയി നിങ്ങൾ ബോണ്ട് രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു രജിസ്റ്റർ ചെയ്യുന്ന പ്രശ്നമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് വേണ്ട. ഞങ്ങൾ ഈ ഫണ്ട് വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അപ്പോഴും തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിലേക്ക് പോയി. ആ സുപ്രീം കോടതിയിൽ പോയപ്പോ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും കോടതി ആ കേസെടുത്തു. ആ കേസിന്റെ ഭാഗമായി വിധി വന്നു. ആ വിധിയിൽ പറഞ്ഞു, ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഇലക്ഷൻ ഫണ്ട് സമാഹരിക്കുന്ന രീതി ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി പറഞ്ഞാൽ ഞങ്ങളാരും പറഞ്ഞതല്ല, ഭരണഘടനാ വിരുദ്ധമാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ട കാര്യം, അറിയാനുള്ള അവകാശത്തിന്റെ മേലെ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൗരന്റെ അവകാശത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന ഈ ഇലക്ഷൻ ഫണ്ട് സംവിധാനം വേണ്ട, നിർത്തി. അതിന്റെയും രസകരമായ ഒരു സംഭവമുണ്ട്. ഈ വിധി വരുന്നതിന് 3 ദിവസം മുമ്പ് 10,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അച്ചടിക്കാൻ കൊടുത്തതാണ് ഭരണവർഗം. നരേന്ദ്രമോദി 10,000 കോടി രൂപ ഈ ഇലക്ഷന്, കഴിഞ്ഞ ഇലക്ഷനല്ലേ മറ്റു പൈസ വാങ്ങിയത്. ഈ ഇലക്ഷന് വരാൻ പോകുന്ന 24 നടക്കാൻ പോകുന്ന ഇലക്ഷന് BJPക്ക് പണം കിട്ടാൻ വേണ്ടി 10,000 കോടി രൂപയുടെ ബോണ്ട് അച്ചടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട്. ആ വിവരം ഇപ്പോൾ പുറത്തു വന്നു. ആ 10,000 കോടി പോയി. ഈ പറഞ്ഞ പട്ടിക അവർക്ക് കിട്ടിയത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏതാണ്ട് 9,000 കോടിയോളം റുപ്പിയാണ്. 8,000ത്തിന്റെ ചില്ലറയാണ് പറഞ്ഞു വെക്കുന്നത്. അതൊന്നുമല്ല, ഒരു 9,000 കോടി റുപ്പിയ BJPക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്. ഫണ്ട് വാങ്ങിയതല്ല. നമ്മൾ ഏതെങ്കിലും നാട്ടില് ഏതെങ്കിലും ഒരാളോട് കണ്ണ് ഒന്ന് വിളിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഫണ്ട് തരണം എന്ന് പറയുന്നത് പോലും രാജ്യത്ത് വാർത്തയാണ്, അല്ലെ? ആ ബലപ്രയോഗിച്ചു വാങ്ങുന്നു ഫണ്ട് എന്നാണ്.
ആരെങ്കിലും ഞാൻ എന്നെയല്ല ഉദ്ദേശിക്കും, ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഗുണ്ടാ പിരിവാണ് നിങ്ങൾ നടത്തിയത്. ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ ഗുണ്ടാ പിരിവ് നടത്തി. അവരെ പോയി പേടിപ്പിക്കുക, കേസെടുക്കുക. ആ കേസ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ബോർഡിലേക്ക് പണം കൊടുക്കുക. BJPക്ക് പണം കൊടുത്താൽ ആ കേസ് ഇല്ലാതായി. ആ കേസ് ഇല്ലാതായി പോലെ ഏതൊക്കെ കേസാണ്? നിരവധി കേസുണ്ട്. ഞാനൊന്നും പറയുന്ന ഒറ്റ കേസ് പറയാം. അത് വളരെ വിചിത്രമാണതായിരുന്നു. ലോകത്ത് ഒരു സ്ഥലത്തും പറഞ്ഞു കേട്ട് ഒരു അനുഭവിക്കാത്തവരാണ് നമ്മൾ. എന്താ, കോൺഗ്രസിന്റെ സമ്മേളന നേതാവ് സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് ഒരു കേസ് കിട്ടും. കേസിന്റെ സാമ്പത്തിക ഇടപാടല്ലേ, കോടികളുടെ ഇടപാടിന്റെ ഭാഗമായിട്ട് കേസ് തന്നെയാണ് പെട്ടത്. ആ കേസ് പെട്ടപ്പോ കോൺഗ്രസിന്റെ അറിവോടുകൂടി അല്ലാതെ അതിന്റെ തുടർ പ്രക്രിയ ഒന്നും നിങ്ങളുടേക്ക് പോവില്ലല്ലോ. 170 കോടി രൂപ BJPക്ക് ഇലക്ഷൻ ഫണ്ട് കൊടുത്തു. 170 കോടി രൂപ ഇലക്ഷൻ ഫണ്ട് കിട്ടിയപ്പോ ആ കേസേ ഇല്ലാതായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊരു അനുഭവമാണ്. ഇലക്ഷൻ ഫണ്ട് കൈനീട്ടി വാങ്ങാൻ BJP, അത് കൊണ്ടുപോയി കൊടുക്കാനും കോൺഗ്രസ്. ഇതാ ഇലക്ഷൻ ഫണ്ടിന്റെ, ഈ പറയുന്ന ഇലക്ഷൻ ഫണ്ടിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു കാര്യം. എത്ര ക്രൂരത നടത്തിയ ആളുകൾക്കാണ്, ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയ ആളുകൾക്കാണ് കേസ് ഒഴിവാക്കിയിട്ട് പണം വാങ്ങിയത്.